പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ BBA വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ മോഡ്യൂൾ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി. രണ്ടാമത്തെ മോഡ്യൂൾ എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി. ഇന്ന് നമ്മൾ രണ്ടാമത്തെ മോഡ്യൂൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സറൗണ്ടിങ്സ് എടുത്താൽ വ്യത്യസ്തമായ ജീവജാലങ്ങൾ കാണാറുണ്ട്, വ്യത്യസ്തമായ ലൈഫ് ഫോംസ് കാണാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ലൈഫ് ഫോംസിന്റെ ഒരു എക്സിസ്റ്റൻസ് ആണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സിലബസിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി, അതിന്റെ കൺസർവേഷൻ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് ആദ്യം ബയോഡൈവേഴ്സിറ്റി എന്താണെന്നൊന്ന് നോക്കാം. Biodiversity is the variety of different types of life found on Earth and the variations within species. ഇതാണ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ ലൈഫ് ഫോംസിന്റെ ഒരു എക്സിസ്റ്റൻസിനാണ് ബയോഡൈവേഴ്സിറ്റി. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ഡിഫറെന്റ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൽ കാണുന്ന വെറൈറ്റി ഓഫ് ഓർഗാനിസത്തിന്റെ ഒരു മെഷറാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേമിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളുടെ ഒരു വെറൈറ്റിയും വേരിയബിലിറ്റിയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. സോ ബയോഡൈവേഴ്സിറ്റി ഈസ് ദ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. അതാണ് ഒരു ഡെഫിനിഷൻ, ഒരു സിമ്പിളായ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ബയോഡൈവേഴ്സിറ്റി ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 types. 1. Ecosystem diversity. 2. Species diversity. 3. Genetic diversity. So biodiversity is classified into 3 types: ecosystem diversity, species diversity, and genetic diversity. So biodiversity is the variety and variability of life on Earth. It is a measure of variety of organisms present in different ecosystem. എന്താണ് എക്കോസിസ്റ്റം എന്ന് ചോദിച്ചാൽ, എക്കോസിസ്റ്റം ഈസ് ആൻ ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് കമ്പോണൻസ്. ലിവിംഗ് കമ്പോണൻസും നോൺ ലിവിംഗ് കമ്പോണൻസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ, ആവാസ വ്യവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സോ എക്കോസിസ്റ്റത്തിൽ കാണുന്ന വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി ഓഫ് ലൈഫ് ഫോമുകളെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അവിടെ വ്യത്യസ്തമായ ജീവജാലങ്ങൾ കാണാറുണ്ട്. പല രൂപത്തിലും പല വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഉള്ള, ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പല ജീവജാലങ്ങളും കാണാറുണ്ട്. അത്തരം വ്യത്യസ്തമായ വൈവിധ്യമുള്ള ജീവജാലങ്ങളുടെ ഒരു എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ബയോഡൈവേഴ്സിറ്റി is the short form of biological diversity. It refers to the variety and variability of life forms. നമുക്ക് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കാം. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി refers to the variety of ecosystems in a given place. ഒരു പ്ലേസ് എടുത്താൽ അവിടെ വ്യത്യസ്തമായ എക്കോസിസ്റ്റങ്ങളെ കാണാം. നമുക്ക് വേണമെങ്കിൽ വാട്ടർ ബോഡി കാണാം, അവിടെ ഒരു ഗ്രാസ് ലാൻഡ് കാണാം, അല്ലെങ്കിൽ അവിടെ ഒരു ഫോറസ്റ്റ് കാണാം. ഇതൊക്കെ വ്യത്യസ്തമായ എക്കോസിസ്റ്റം ആണ്. അങ്ങനെ ഒരു ഗിവൺ ഏരിയയിൽ കാണപ്പെടുന്ന വെറൈറ്റി ഓഫ് എക്കോസിസ്റ്റങ്ങളെയാണ് നമ്മൾ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. സോ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് എക്കോസിസ്റ്റംസ് ഇൻ എ ഗിവൺ പ്ലേസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റ് ഒരു എക്കോസിസ്റ്റമാണ്, ഗ്രാസ് ലാൻഡ് ഒരു എക്കോസിസ്റ്റം ആണ്,
റിവർ ഒരു എക്കോസിസ്റ്റമാണ്, അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു പ്ലേസിൽ വ്യത്യസ്തമായ എക്കോസിസ്റ്റങ്ങളുടെ എക്സിസ്റ്റൻസ് ആണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡൈവേഴ്സിറ്റി ആണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് എ മെഷർ ഓഫ് ഡൈവേഴ്സിറ്റി വിത്തിൻ ആൻ എക്കോളജിക്കൽ കമ്മ്യൂണിറ്റി. ഒരു എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ കാണപ്പെടുന്ന ഡൈവേഴ്സിറ്റി, അത്തരം ഡൈവേഴ്സിറ്റിയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൽ ഡിഫറെന്റ് സ്പീഷീസിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെയാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു ഫോറസ്റ്റ് എടുത്താൽ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ട്രീസ് കാണാം, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് അനിമൽസ് ആണ്, കാർണിവോറസ് ആണ്, ഹെർബിവോറസ് ആണ്, അങ്ങനെ വ്യത്യസ്തമായ സ്പീഷീസ് ഓഫ് ട്രീസും അനിമൽസും ആണ്. അങ്ങനെ ഡിഫറെന്റ് സ്പീഷീസിന്റെ സാന്നിധ്യം, ഒരു എക്കോസിസ്റ്റത്തിൽ ഡിഫറെന്റ് സ്പീഷീസിന്റെ സാന്നിധ്യത്തെയാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് എ മെഷർ ഓഫ് ഡൈവേഴ്സിറ്റി within an ecological community. It is the number of different species present in an ecosystem. ഒരു എക്കോസിസ്റ്റത്തിൽ, ഒരു ആവാസ വ്യവസ്ഥയിൽ വ്യത്യസ്തമായ സ്പീഷീസിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെയാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് എ മെഷർ ഓഫ് ഡൈവേഴ്സിറ്റി വിത്തിൻ ആൻ എക്കോളജിക്കൽ കമ്മ്യൂണിറ്റി. It is the number of different species present in an ecosystem. നേരത്തെ പറഞ്ഞു, എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് an area consisting of biotic and abiotic component. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിംഗ് കമ്പോണന്റ് ആണ്, എബിയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിംഗ് കമ്പോണന്റ്. ലിവിംഗ് കമ്പോണന്റും നോൺ ലിവിംഗ് കമ്പോണന്റും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എക്കോസിസ്റ്റം. ഇനി മൂന്നാമത്തെ ഡൈവേഴ്സിറ്റി ആണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. Genetic biodiversity refers to the diversity within a species. Within a species എന്ന് പറയുന്ന അതാണ് ഇവിടുത്തെ ഒരു കീ ടേം എന്ന് പറയുന്നത്, കീ പോയിന്റ് എന്ന് പറയുന്നത്. സോ genetic diversity, genetic biodiversity refers to the diversity within a species. It is the biological variation that occur within species. നമുക്കൊരു സ്പീഷീസ്, ഇപ്പോൾ ഒരു അനിമൽ, ആ അനിമലിൽ എടുത്താൽ വ്യത്യസ്തമായ കളേഴ്സും വ്യത്യസ്തമായ സ്പെഷ്യാലിറ്റി ഉള്ള അനിമൽസിനെ കാണാം. അങ്ങനെ ഒരു സ്പീഷീസിനകത്ത് കാണപ്പെടുന്ന ഡൈവേഴ്സിറ്റിയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സിനകത്ത് ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ടാണ് പലപ്പോഴും ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, മനുഷ്യനെ തന്നെ നോക്കിയാൽ വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മനുഷ്യനെ കാണപ്പെടാറുണ്ട്. ചില ആൾക്കാർ ഫെയർ ആണ്, ചില ആൾക്കാർ കുറച്ചും കൂടെ ഡാർക്ക് സ്കിൻ ഉള്ള, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ആൾക്കാരെ കാണും. അതുപോലെ തന്നെ അനിമൽ എടുത്താലും വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, ഇപ്പൊ നമ്മൾ ഡോഗ് തന്നെ എടുത്താൽ പല കളേഴ്സിലുള്ള പല വെറൈറ്റീസ് ഉള്ള ഡോഗ്സിനെ കാണപ്പെടാറുണ്ട്. അതിനെ നമുക്കൊരു ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ കഴിയും. അങ്ങനെ ഒരു സ്പീഷീസിനകത്ത് കാണപ്പെടുന്ന ഒരു വേരിയേഷനാണ് ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പൊതുവെ ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്തുണ്ട്, ജനറ്റിക് എലമെന്റ്സിനകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി refers to the variety of species and abundance of species. Genetic diversity, it refers to genetic variability present within the species. Ecological diversity refers to ecosystem variety present in a geographical area. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാവുന്നതാണ്. അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ ഒരു വെറൈറ്റിയാണ് അത് എക്കോസിസ്റ്റത്തിനെയാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു സ്പീഷീസിൽ കാണപ്പെടുന്ന വെറൈറ്റിയാണ്, വേരിയബിലിറ്റിയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു സ്പീഷീസിൽ കാണുന്ന വെറൈറ്റിയാണ്, വേരിയബിലിറ്റിയാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ബയോഡൈവേഴ്സിറ്റി ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 types: species diversity, genetic diversity and ecological diversity. So the variety and variability of life form found on earth is called biodiversity.